നമസ്കാരം. ലോകത്തെ ആശങ്കയിലാഴ്ത്തി പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന കരസേനാ നീക്കങ്ങൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളം സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നത് സംഘർഷത്തിലെ നിർണായകമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് അമേരിക്കൻ മറീനുകളും സൈനികരും ഇതിനോടകം തന്നെ മേഖലയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുത്താൽ അതിവേഗം യുദ്ധത്തിലേക്ക് നീങ്ങാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെ US സൈന്യത്തിന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിരുന്നു. കരയുദ്ധം ആരംഭിക്കാനാണ് US നീക്കമെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാനിൽ കാലുകുത്തുന്ന US സൈനികരെ പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഇട്ടുകൊടുക്കുമെന്നും ഖത്തം അൽ അൻബിയ വക്താവ് കേണൽ ഇബ്രാഹിം സുൽഫിക്കർ പറഞ്ഞു. അപ്രതീക്ഷിതമായി കരയുദ്ധത്തിലേക്ക് US കടക്കുകയാണെങ്കിൽ നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നാലെ മറ്റൊരു വാർത്തയും പുറത്തെത്തുകയാണ്. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലുള്ള ബസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇന്ന് മിസൈൽ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെ ഒരു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലി എണ്ണ ശുദ്ധീകരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായി എന്നാണ് അറിയിപ്പ്. തെക്കൻ ലെബനനിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ഇത്തരത്തിൽ റിഫൈനറി ആക്രമിച്ചിട്ടുണ്ട്. ഇത് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയ്ക്ക് ഒരു താക്കീത് കൂടി നൽകുകയാണ്. അതേസമയം ദിവസങ്ങളായി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ ചൂടുപിടിപ്പിച്ച ഒരു ദുരൂഹതയ്ക്ക് ഒടുവിൽ ഇറാൻ ഉത്തരം നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ ഉന്നത നാവികസേനാ കമാൻഡർ റിയർ അഡ്മിറൽ അലിറേസ ടാങ്സീരി US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 4 ദിവസത്തോളം ഇറാൻ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നു. ആ 4 ദിവസങ്ങളിൽ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്നു എന്താണ് സത്യമെന്ന്. ഇസ്രായേൽ പറയുന്നത് ശരിയാണോ അതോ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണോ? ഒടുവിൽ സത്യം ഇറാൻ തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. വെറുമൊരു സൈനിക ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല ടാങ്സീരി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ നീക്കങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് ടാങ്സീരിയായിരുന്നു. ഇന്ധന കപ്പലുകളുടെയും വാണിജ്യ കപ്പലുകളുടെയും സൂപ്പർ ഹീറോ എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഇറാനെതിരെ നീങ്ങുന്നവരുടെ പേടി സ്വപ്നമായിരുന്നു അദ്ദേഹം. അതേസമയം ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇറാന്റെ കൈവശമുള്ള വൻതോതിലുള്ള യുറേനിയം ശേഖരം സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള 400 കിലോഗ്രാം യുറേനിയം വേർതിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക കരയുദ്ധമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിൽ ഉള്ളത്. ഇറാന്റെ പക്കലുള്ള 60% ശുദ്ധീകരിച്ച 400 കിലോഗ്രാം യുറേനിയം പിടിച്ചെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇത് ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുമോ എന്ന ഭയമാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്. ഇറാന്റെ എണ്ണ സംഭരണശാലകൾ സ്ഥിതി ചെയ്യുന്ന ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യമാക്കി അമേരിക്ക നീങ്ങുന്നത്. അതിനെല്ലാം സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കാലുകുത്തിയാൽ ശവപ്പെട്ടിയിലായിരിക്കും സൈനികരെ മടക്കി അയക്കുക എന്ന താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നാലെ തന്നെയാണ് ഗൾഫ് മേഖലയിലുടനീളം ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിലേക്കും കടന്നുകയറി ഇപ്പോൾ മിസൈൽ വർഷിച്ചിരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഉടനെങ്ങും തീരുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയേണ്ടി വരും. ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ എന്നോണമാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.